ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിൻ്റെ ഇന്നത്തെ രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചാംഗം എന്നത് കാലത്തിൻ്റെ താളം മാത്രമല്ല, പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ ചലനങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു വഴികാട്ടി കൂടിയാണ്. ഇന്നത്തെ ഗ്രഹനില പരിശോധിക്കുന്നതിന് മുൻപ് നമുക്കിന്നത്തെ പഞ്ചാംഗം നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തും. ഇന്ന് തിങ്കളാഴ്ച 2026 ഓഗസ്റ്റ് 10. ഇന്ന് കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയാണ്. ദ്വാദശി തിഥി ഭക്തിക്കും ആത്മീയ ഉന്നമനത്തിനും വളരെ വിശേഷപ്പെട്ടതാണ്. ഇന്ന് ആർദ്ര നക്ഷത്രമാണ്. ഇത് തീവ്രമായ ഊർജത്തെ സൂചിപ്പിക്കുന്നു. രാത്രി 10:27 വരെ വജ്രയോഗം നിലനിൽക്കുന്നു. ഇന്ന് സൂര്യോദയം രാവിലെ 6:01 സൂര്യാസ്തമയം വൈകുന്നേരം 7:03 രാവിലെ 7:39 മുതൽ 9:17 വരെ രാഹുകാലം ആയതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:06 മുതൽ 12:58 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയ മേഡം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 10, 2026 തിങ്കളാഴ്ച. ചന്ദ്രൻ ഇന്ന് തുലാം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ ആളുകളെ പരിചയപ്പെടാനും സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും ഇന്നത്തെ ദിവസം വളരെ മികച്ചതാണ്. ഗ്രഹനില പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക വ്യക്തി കടന്നുവരാൻ സാധ്യതയുണ്ട്. അവർ ഭാവിയിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയായേക്കാം. ജീവിതത്തിൽ ചില നല്ല മാറ്റങ്ങൾ വരുത്താൻ ഇന്നത്തെ ദിവസം അനുയോജ്യമാണ്. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് വളരെ കാലമായി കാണാത്ത ഏതെങ്കിലും കുടുംബാംഗത്തെ വിളിക്കുകയോ കാണുകയോ ചെയ്യുക. അവർ നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയുക. ഇത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കും. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് വൈകുന്നേരം 4:15 മുതൽ 5 വരെ പൂർത്തിയാക്കുക. കടും ചുവപ്പ് നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ശനിയുടെ സ്വാധീനം ഉള്ളതിനാൽ അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തേക്കാൾ ആശയവിനിമയത്തിന് പ്രാധാന്യം നൽകുക. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇന്നത്തെ ദിവസം നല്ലതാണ് യുവജനങ്ങൾക്കായി. പ്രണയബന്ധത്തിൽ പുതിയ തുടക്കത്തിന് സാധ്യതയുണ്ട്. എന്നാൽ ആരെയും അമിതമായി വിശ്വസിക്കരുത്. ഗൃഹിണിമാർക്ക് ഇന്ന് കുടുംബത്തോടൊപ്പം സന്തോഷമായി സമയം ചെലവഴിക്കാം. പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും പുതിയ ആളുകളുമായുള്ള ബന്ധം ഗുണം ചെയ്യും. എന്നാൽ ജോലിസ്ഥലത്ത് തർക്കങ്ങൾ ഒഴിവാക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പ്രകൃതിയുമായി അല്പം സമയം ചെലവഴിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. ഇന്നത്തെ പുണ്യകർമ്മം. ഏതെങ്കിലും അർഹരായവർക്ക് വെള്ളമോ പഴമോ നൽകുക. ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ സൗഹൃദമാണോ പ്രണയമാണോ കൂടുതൽ പ്രധാനം? കമൻറ്റിൽ പറയൂ സുഹൃത്തുക്കളെ. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ ഇടവം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 10, 2026 തിങ്കളാഴ്ച. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്ന് 2-ാം ഭാവത്തിൽ മിഥുനം രാശിയിൽ ആർദ്ര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ സ്ഥാനം ഇന്ന് നിങ്ങൾക്ക് അല്പം മാനസിക സമ്മർദ്ദമോ അസ്വസ്ഥതയോ നൽകിയേക്കാം. കുടുംബത്തിലെ ചില വിഷയങ്ങളിൽ നിങ്ങളുടെയും വീട്ടിലെ മറ്റ് അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ തമ്മിൽ യോജിക്കാത്ത സാഹചര്യം ഉണ്ടായേക്കാം. കാരണം നിങ്ങൾ എടുക്കുന്ന ചില സ്വതന്ത്ര തീരുമാനങ്ങൾ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല.
ജോലിസ്ഥലത്തും വീട്ടിലും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നത് നിങ്ങളെ ഇന്ന് തളർത്തുകയും ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തേക്കാം. ഓർക്കുക, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിനാൽ അനാവശ്യമായ സമ്മർദ്ദം ഒഴിവാക്കി ഇന്നത്തെ ദിവസം ശാന്തമായി കൈകാര്യം ചെയ്യുക. ഇന്ന് പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക, കാരണം അത് ഇന്ന് നിങ്ങൾക്ക് അനുകൂലമല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുൻപായി പൂർത്തിയാക്കുക. അതിനുശേഷം ഗ്രഹനില അല്പം മന്ദഗതിയിലാകും. രാഹുവിൻ്റെ സ്വാധീനം നിങ്ങളുടെ മനസ്സിലെ അസ്വസ്ഥത വർദ്ധിപ്പിച്ചേക്കാം. അതിനാൽ ഇന്ന് അല്പം വിശ്രമിക്കുകയും സാധ്യമെങ്കിൽ ധ്യാനിക്കുകയും ചെയ്യുക. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. ആർദ്ര നക്ഷത്രത്തിലെ ചന്ദ്രൻ നിങ്ങളെ ചിന്തകളുടെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതിനാൽ പഠനത്തേക്കാൾ മറ്റു കാര്യങ്ങളിലേക്ക് മനസ്സ് വ്യതിചലിക്കാം. ക്ഷമയോടെ ഇരിക്കുക. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് തർക്കങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ സ്വതന്ത്രമായ ചിന്തകൾ പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായേക്കാം. ഇന്ന് തർക്കിക്കുന്നതിനേക്കാൾ മൗനം പാലിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. ഗൃഹിണിമാർക്ക് ഇന്ന് തിരക്കേറിയ ദിവസമാണ്. വീട്ടുജോലികളും പുറത്തുള്ള കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് നിങ്ങളെ ക്ഷീണിപ്പിച്ചേക്കാം. നിങ്ങൾക്കായി അല്പം സമയം കണ്ടെത്തുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് സംയമനം പാലിക്കേണ്ട ദിവസമാണ്. ജോലിസ്ഥലത്ത് മേലധികാരികളോടോ സഹപ്രവർത്തകരോടോ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. തിരക്കിട്ട് വലിയ തീരുമാനങ്ങൾ എടുക്കരുത്. മുതിർന്ന പൗരന്മാർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. മാനസിക അസ്വസ്ഥത മൂലം രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ ശാന്തമായിരിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ഉജുബസൂത്തജന: ഇന്ന് ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യം തുടങ്ങുന്നതിനോ പുറത്തിറങ്ങുന്നതിനോ മുൻപായി അല്പം മധുരം കഴിക്കുക. ഇന്ന് ഒരു പുണ്യകർമ്മമായി പക്ഷികൾക്ക് വെള്ളമോ ധാന്യങ്ങളോ നൽകുക. ഇത് നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെ അകറ്റാൻ സഹായിക്കും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷപരമായ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ ശരിയായ സമയമെടുക്കുന്ന തീരുമാനമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങളുടെ ടീം കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു തുക സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 10 നിങ്ങൾക്ക് ബഹുമാനവും വിജയവും നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ സ്വന്തം രാശിയായ മിഥുനത്തിൽ ആർദ്ര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ജോലിസ്ഥലത്തും സമൂഹത്തിലും നിങ്ങൾക്ക് പ്രത്യേക അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും ഹൃദയം കീഴടക്കുന്നു എന്നത് ഇന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. മേലധികാരികളിൽ നിന്നുള്ള അഭിനന്ദനമോ വലിയൊരു പുരസ്കാരമോ ആയിക്കോട്ടെ. ആർദ്ര നക്ഷത്രത്തിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക: ഇന്ന് നിങ്ങൾക്ക് ധാരാളം ഒഴിവു സമയം ലഭിക്കുമെങ്കിലും അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ചെലവഴിക്കാൻ സാധിക്കില്ല. കാരണം ചില കുടുംബ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തിരക്കിലാക്കും. ഇന്ന് നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സ്പെഷ്യലായി തോന്നിപ്പിക്കാൻ പരമാവധി ശ്രമിക്കും. അതിനാൽ അവരുടെ സ്നേഹം സന്തോഷത്തോടെ സ്വീകരിക്കുക. വിവിധ പ്രായക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് പുരോഗതിയുടെ ദിവസമാണ്. ആർദ്ര നക്ഷത്രത്തിലെ ചന്ദ്രൻ നിങ്ങളുടെ ഭാവനാശക്തി വർദ്ധിപ്പിക്കും. എന്നാൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മറക്കരുത്. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ സന്തോഷകരമായ ദിവസമാണ്. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. എന്നാൽ ഇന്ന് ആരുമായും തർക്കത്തിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആർദ്ര വീട് ക്രമീകരിക്കുന്നതിനും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതിനും ഇന്ന് നല്ല ദിവസമാണ്. നിങ്ങൾക്ക് മാനസികമായ സമാധാനം ലഭിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് വിജയത്തിൻ്റെ ദിവസമാണ്. ആർദ്ര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ജോലിസ്ന് ആർക്കും പണം കടം കൊടുക്കാനോ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്താനോ മുതിരരുത്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം. വയറുവേദനയോ അസിഡിറ്റിയോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ലഘുവായ ഭക്ഷണം കഴിക്കുക. ഇന്നത്തെ ശുഭകർമ്മം: ഇന്ന് പുതിയൊരു കാര്യം തുടങ്ങുന്നതിനോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനോ നല്ല സമയമാണ്. ഇന്നത്തെ പുണ്യകർമ്മമായി പക്ഷികൾക്ക് വെള്ളവും ധാന്യങ്ങളും നൽകുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരും.
സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരേയൊരു കാര്യം എന്താണ്? അത് കമൻറ്റിൽ ഞങ്ങളോട് പറയൂ. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങളുടെ ടീം കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു തുക സംഭാവന നൽകി പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. പ്രിയ കർക്കടകം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 10 2026 തിങ്കളാഴ്ച നിങ്ങൾക്ക് വളരെ അനുകൂലവും ഭാഗ്യം നിറഞ്ഞതുമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്ന് 12ാം ഭാവത്തിൽ മിഥുനം രാശിയിലും ആർദ്ര നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ രാശിനാഥനായ ചന്ദ്രന്റെ ഈ സ്ഥാനം നിങ്ങൾക്ക് മാനസികമായ ആത്മവിശ്വാസവും പോസിറ്റീവ് ഊർജവും നൽകും. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിലുള്ള നല്ല കാര്യങ്ങൾ ഉടൻ തന്നെ യാഥാർത്ഥ്യമാകും. ഇന്ന് നിങ്ങളുടെ ജനപ്രീതി വർദ്ധിക്കുകയും സമൂഹത്തിൽ നിങ്ങൾക്ക് വലിയ ബഹുമാനം ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്വഭാവത്തിൽ അല്പം ചാഞ്ചാട്ടം ഉണ്ടായേക്കാം. അതിനാൽ ജോലിസ്ഥലത്ത് അനാവശ്യമായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അല്ലാത്തപക്ഷം അത് നിങ്ങളുടെ ജോലിയെ ബാധിച്ചേക്കാം. ഇന്ന് ചാരനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കുക. കാരണം ഈ നിറം ഇന്ന് നിങ്ങൾക്ക് ദോഷകരമായി ഭവിച്ചേക്കാം. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ വലിയ പുരോഗതി കൈവരിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിക്കും. അതിനാൽ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ പഠിക്കാൻ ഇന്നത്തെ ദിവസം വളരെ ഉത്തമമാണ്. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ സന്തോഷകരമായ ദിവസമാണ്. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. നിങ്ങൾ പ്രണയാഭ്യർത്ഥന നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിലും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിലും വലിയ സന്തോഷം ലഭിക്കും. വീടിനുള്ളിലെ അന്തരീക്ഷം വളരെ ശാന്തമായിരിക്കും. ജോലിസ്ഥലത്തും ബിസിനസ്സിലും ഇന്ന് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും. മേലധികാരികളുടെ പ്രശംസ ലഭിക്കുകയും ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ വന്നെത്തുകയും ചെയ്യും. മുതിർന്ന പൗരന്മാർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ അവഗണിക്കരുത്. ഇന്ന് പഴയ സുഹൃത്തുക്കളെ കാണുന്നതോ അവരുമായി ഫോണിൽ സംസാരിക്കുന്നതോ നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ഇന്ന് ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങാൻ ഉച്ചയ്ക്ക് 2:40 മുതൽ 4 മണി വരെയുള്ള സമയം വളരെ ഉത്തമമാണ്. ഇന്നൊരു പുണ്യകർമ്മമായി പഴയ സുഹൃത്തുക്കളെ ബന്ധപ്പെടുകയോ അവരെ കാണാൻ പോകുകയോ ചെയ്യുക. ഇത് നിങ്ങളുടെ മനസ്സിന് വലിയ സന്തോഷം നൽകും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്. ജീവിതത്തിൽ ഭാഗ്യത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കഠിനാധ്വാനത്തിനാണോ അതോ കർമ്മത്തിനാണോ എന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങളുടെ ടീം കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു തുക സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 10 നിങ്ങൾക്ക് അല്പം വെല്ലുവിളികൾ നിറഞ്ഞ ദിവസമായിരിക്കും. ചന്ദ്രൻ ഇന്ന് മിഥുനം രാശിയിലും ആർദ്ര നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിൽ അസ്വസ്ഥതയോ ഉത്കണ്ഠയോ ഉണ്ടാക്കിയേക്കാം. ചിങ്ങം രാശിക്കാർക്ക് ഇന്ന് മാനസികമായി അല്പം ഭാരമായി തോന്നാം. എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനവും ഏകാഗ്രതയും കൊണ്ട് ഈ സാഹചര്യത്തെ നിങ്ങൾക്ക് തീർച്ചയായും മറികടക്കാൻ സാധിക്കും. ഇന്ന് നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. നിങ്ങളുടെ ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നവരിൽ നിന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ വിശ്വസിക്കുക. വിജയിക്കാൻ ശരിയായ വഴി തിരഞ്ഞെടുക്കുക. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഏകാഗ്രത നിലനിർത്താൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. ആർദ്ര നക്ഷത്രത്തിന്റെ സ്വാധീനം മൂലം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസപ്പെടാം. എങ്കിലും ക്ഷമയോടെ ശ്രമിച്ചാൽ വിജയം കൈവരിക്കാം. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ്. രാഹുവിന്റെ സ്വാധീനം മൂലം ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. അതിനാൽ സംസാരിക്കുമ്പോൾ വിവേകം പാലിക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ തിരക്കുള്ള ദിവസമായിരിക്കും.
കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. മനസ്സിന് ശാന്തി ലഭിക്കാൻ അല്പസമയം പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് കഠിനാധ്വാനത്തിന്റെ ദിവസമാണ്. ജോലിസ്ഥലത്ത് ആരുമായും തർക്കത്തിൽ ഏർപ്പെടരുത്. നിങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുക. ദഹനസംബന്ധമായ പ്രശ്നങ്ങളോ മാനസിക സമ്മർദ്ദമോ ഉണ്ടായേക്കാം. അതിനാൽ ലഘുവായ ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുക. ഇന്ന് ഏതെങ്കിലും നല്ല പുസ്തകം വായിക്കുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് നിങ്ങൾക്ക് ലിലാക് നിറം വളരെ ശുഭകരമാണ്. ഉച്ചയ്ക്ക് 3:30 മുതൽ 6 മണി വരെ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് സുഹൃത്തുക്കളെ. ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയ വ്യക്തി ആരാണ്? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്നയൊരു തുക സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കന്നി രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 10 നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്ന് 10ാം ഭാവത്തിൽ, അതായത് മിഥുനം രാശിയിൽ ആർദ്ര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് നിങ്ങളുടെ ഉള്ളിൽ പുതിയൊരു ഊർജവും പ്രചോദനവും നിറയ്ക്കും. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ഉറപ്പാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ടാകും. അതിനാൽ നിങ്ങളുടെ പുരോഗതിക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക: ജോലിയിൽ ഒരു ചെറിയ പിഴവ് പോലും വരുത്തരുത്. കാരണം അത് ദിവസാവസാനത്തോടെ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചേക്കാം. തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സാധിക്കും. പുതിയ മിഥുനം പഠിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ആശയവിനിമയത്തിൻ്റെ ദിവസമാണ്. പങ്കാളിയോട് തുറന്നു സംസാരിക്കുക, എന്നാൽ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികൾ ആസൂത്രണം ചെയ്യാൻ നല്ല ദിവസമാണ്. പഴയ സാധനങ്ങൾ മാറ്റുന്നതോ പുതിയവ വാങ്ങുന്നതോ ഇന്ന് ഗുണകരമാകും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുരോഗതിയുടെ ദിവസമാണ്. നിങ്ങളുടെ ജോലിയെ എല്ലാവരും അഭിനന്ദിക്കും. എന്നാൽ സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ശനിയുടെ സ്വാധീനം മൂലം സന്ധിവേദനയോ ദഹനപ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവ അവഗണിക്കരുത്. ഇന്നത്തെ പുണ്യകർമ്മവും പരിഹാരവും: ഇന്ന് വായനയോ പൂന്തോട്ട പരിപാലനമോ പോലുള്ള പുതിയൊരു ഹോബി തുടങ്ങുക. ഇത് മനസ്സിന് ശാന്തി നൽകും. ഇന്ന് ചുവപ്പ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 3 മണി മുതൽ 5 മണി വരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുക. ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ഇന്ന് ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾ കരുതുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് കഴിയുന്ന സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 10, 2026 നിങ്ങൾക്ക് ആത്മപരിശോധനയുടെ ദിവസമാണ്. ചന്ദ്രൻ മിഥുനം രാശിയിലും ആർദ്ര നക്ഷത്രത്തിലുമായി സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾക്ക് അല്പം മാനസിക അസ്വസ്ഥതയോ ഊർജ്ജക്കുറവോ അനുഭവപ്പെടാം. ചില സാഹചര്യങ്ങളിൽ ആശയക്കുഴപ്പം തോന്നിയേക്കാം. ഇത്തരം സമയങ്ങളിൽ മുതിർന്നവരുമായി സംസാരിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കുക. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ശാന്തത പാലിക്കുക. കാരണം ഈ അവസ്ഥ അധികകാലം നീണ്ടുനിൽക്കില്ല. നിങ്ങളുടെ യുക്തിയും ഉൾക്കാഴ്ചയും ഉപയോഗിച്ച് പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തുക. ഇന്ന് ഇളം പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കുക. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5:15 വരെ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ശനിയുടെ ഊർജ്ജത്തെ സന്തുലിതമാക്കാൻ ദിവസവും വ്യായാമം ചെയ്യുക. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. യുവാക്കൾ ഇന്ന് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക.
വീട്ടമ്മമാർ ഇന്ന് സ്വന്തം ആരോഗ്യത്തിന് മുൻഗണന നൽകുക. ബിസിനസ്സുകാരും ഉദ്യോഗസ്ഥരും ഇന്ന് വലിയ റിസ്കുകൾ എടുക്കാതിരിക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ പ്രധാനം? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഈ ചാനലിനെ പിന്തുണയ്ക്കാൻ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകുക. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ വൃശ്ചിക രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 10 നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ദിവസമാണ്. ചന്ദ്രൻ മിഥുനം രാശിയിലും ആർദ്ര നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനും സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാനും നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ചൊവ്വയുടെ സ്വാധീനം നിങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലനാക്കുന്നുണ്ടെങ്കിലും ആർദ്ര നക്ഷത്രത്തിൻ്റെ സ്വാധീനം കാരണം ചെറിയൊരു ആശയക്കുഴപ്പമുണ്ടായേക്കാം. ആളുകൾ എന്തു വിചാരിക്കുമെന്ന് ഭയന്ന് നിങ്ങൾ മാറ്റിവെച്ച കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ തുടങ്ങുക. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അല്ലാത്ത പക്ഷം ശ്രദ്ധ പാളിപ്പോകാൻ സാധ്യതയുണ്ട്. യുവാക്കൾക്ക് ഇന്ന് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ മികച്ച അവസരമാണ്. ഗൃഹിണിമാർ ഇന്ന് വീട്ടുജോലികളിൽ മുഴുകുമെങ്കിലും സ്വന്തം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് അല്പം ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ്. തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ദഹനസംബന്ധമായ പ്രശ്നങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. ഇന്ന് വൈകുന്നേരം 4 മുതൽ 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. ഇന്ന് ആർക്കെങ്കിലും ദാഹജലം നൽകുന്നത് വലിയൊരു പുണ്യമായി കരുതുക. ഇന്ന് നീല നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഒരു പ്രധാന മുന്നറിയിപ്പ്: ഇന്ന് ആർക്കും കടം കൊടുക്കരുത്. ദേഷ്യത്തിൽ ആരെയും വേദനിപ്പിക്കരുത്. ഇത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാം. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന, എന്നാൽ നിങ്ങൾ ചെയ്യാൻ മടിക്കുന്ന ആ ഒരു കാര്യം ഏതാണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 10 നിങ്ങൾക്ക് വളരെ ആവേശകരവും സർഗാത്മകത നിറഞ്ഞതുമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 7ാം ഭാവത്തിൽ മിഥുനം രാശിയിൽ ആർദ്ര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് നിങ്ങളുടെ മനസ്സിൽ ഒരേ സമയം പല ചിന്തകൾ കൊണ്ടുവരികയും പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങളെ ആകർഷിക്കുകയും ചെയ്യും. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാനുള്ളതാണ്. അതിനാൽ മനസ്സിലെ എല്ലാ നെഗറ്റീവ് ചിന്തകളും ഒഴിവാക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇന്ന് അല്പം പ്രയാസമായി തോന്നിയേക്കാം. കാരണം നിങ്ങളുടെ ഭാവന അതിരുകടന്നേക്കാം. എന്നാൽ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇന്ന് നിങ്ങളുടെ രാശിയിൽ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനമുള്ളതിനാൽ ബുദ്ധിപൂർവം പ്രവർത്തിച്ച് പ്രതിസന്ധികളാക്കാൻ നിങ്ങൾക്ക് കഴിയും. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം പ്രയാസമായിരിക്കും. അതിനാൽ പഠനത്തിനായി ശാന്തമായ ഒരിടം കണ്ടെത്തുക. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇന്ന് നല്ല ദിവസമാണ്. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് സന്തോഷകരമായ ദിവസമാണ്. പങ്കാളിയുമായുള്ള സംഭാഷണങ്ങൾ നിങ്ങൾക്ക് മാനസിക സമാധാനം നൽകും. എങ്കിലും ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. ഗൃഹിണിമാർക്ക് വീട് ക്രമീകരിക്കാൻ ഇന്ന് നല്ല ദിവസമാണ്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. സാധ്യമെങ്കിൽ വീട്ടിൽ അല്പം സുഗന്ധമുള്ള ധൂപം കത്തിക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുരോഗതിയുടെ ദിവസമാണ്. ജോലിസ്ഥലത്ത് പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാൻ ഇന്ന് അനുയോജ്യമാണ്. എന്നാൽ ആരെയും അമിതമായി വിശ്വസിക്കരുത്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ദഹനസംബന്ധമായ പ്രശ്നങ്ങളോ അസിഡിറ്റിയോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ലഘുവായ ഭക്ഷണം കഴിക്കുക. ഇന്നത്തെ പുണ്യകർമ്മമായി കൃതജ്ഞത പ്രകടിപ്പിക്കുക. നഞ്ചരി, നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുക. ഇന്ന് വെള്ള നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുക. എന്നാൽ ഇന്ന് തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. ഒരു പ്രത്യേക മുന്നറിയിപ്പ്: ആർദ്ര നക്ഷത്രത്തിലെ ചന്ദ്രൻ നിങ്ങളെ വൈകാരികമാക്കാൻ സാധ്യതയുള്ളതിനാൽ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്:
നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി തോന്നുന്ന ഒരു കാര്യം ഏതാണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 10. തിങ്കളാഴ്ച നിങ്ങൾക്ക് സൗഹൃദങ്ങളും ബന്ധങ്ങളും കൂടുതൽ ദൃഢമാക്കാൻ സാധിക്കുന്ന ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്നും 6-ാം ഭാവത്തിൽ മിഥുനം രാശിയിൽ ആർദ്ര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ രാശിനാഥനായ ശനിമീനം രാശിയിൽ നിൽക്കുന്നതിനാൽ അല്പം ക്ഷമ പാലിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുമായുള്ള ബന്ധം കൂടുതൽ മനോഹരമാകും. പരസ്പരമുള്ള ധാരണ ഇന്ന് വളരെ മികച്ചതായിരിക്കും. അതിനാൽ ഇന്ന് ഒരുമിച്ച് ചെലവഴിക്കുന്ന സമയം ഭാവിയിൽ മനോഹരമായ ഓർമ്മകളായി മാറും. ഇന്ന് പുറത്തിറങ്ങാനും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനും മടിക്കരുത്. ഇന്ന് തർക്കങ്ങളിലോ സമ്മർദ്ദമുണ്ടാക്കുന്ന സംഭാഷണങ്ങളിലോ ഏർപ്പെടരുത്. ആർദ്ര നക്ഷത്രത്തിലെ ചന്ദ്രൻ്റെ സ്വാധീനം നിങ്ങളെ വൈകാരികമായി അല്പം സെൻസിറ്റീവ് ആക്കിയേക്കാം. വിവിധ പ്രായക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തേക്കാൾ ഉപരി സുഹൃത്തുക്കളുമായുള്ള സംഭാഷണങ്ങളിൽ നിന്നും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. എങ്കിലും പഠനത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. യുവജനങ്ങൾ ഇന്ന് പുതിയ ആളുകളെ പരിചയപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ആരെയും അമിതമായി വിശ്വസിക്കരുത്. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ നിന്നും അല്പം വിശ്രമം എടുക്കാം. കുടുംബത്തോടൊപ്പം പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നത് മനസ്സിന് ഉന്മേഷം നൽകും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ആശയവിനിമയത്തിൻ്റെ ദിവസമാണ്. ജോലിസ്ഥലത്ത് തർക്കങ്ങൾ ഒഴിവാക്കി ശാന്തമായി കാര്യങ്ങൾ പൂർത്തിയാക്കുക. ചന്ദ്രനവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ അവഗണിക്കരുത്. ഇന്നത്തെ ശുഭസൂചന. ഇന്ന് നീലനിറം നിങ്ങൾക്ക് ശാന്തതയും സന്തോഷവും നൽകും. ഉച്ചയ്ക്ക് 12 മുതൽ 2 മണിവരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. ഇന്ന് ഒരു പുണ്യകർമ്മമായി പക്ഷികൾക്ക് വെള്ളമോ ധാന്യങ്ങളോ നൽകുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കും. ഒരു ജ്യോതിഷ ചോദ്യം: ജീവിതത്തിൽ ഒരു നല്ല സുഹൃത്തിനെ ലഭിക്കുന്നത് ഭാഗ്യം കൊണ്ടാണോ അതോ നമ്മുടെ സ്വഭാവം കൊണ്ടാണോ എന്ന് നിങ്ങൾ കരുതുന്നു? കമൻറ്റിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കളെ. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 10, 2026. തിങ്കളാഴ്ച നിങ്ങൾക്ക് സമ്മിശ്രമായ അനുഭവങ്ങൾ നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 5-ാം ഭാവമായ മിഥുന രാശിയിലും ആർദ്ര നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഈ ഗ്രഹനിൽ നിങ്ങളിൽ അല്പം അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം. നിങ്ങളുടെ രാശിനാഥനായ ശനി മീനം രാശിയിൽ നിൽക്കുന്നതിനാൽ ഇന്ന് വളരെ ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ നയതന്ത്രജ്ഞതയും ബുദ്ധിശക്തിയും പരീക്ഷിക്കപ്പെടുന്ന ദിവസമായിരിക്കും. ഓഫീസിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ ദേഷ്യപ്പെടാതെ നിങ്ങളുടെ സംസാര ശൈലിയും നർമ്മബോധവും ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക. ഇന്ന് ആരുമായും വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതെ ശാന്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമാകും. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്. ആർദ്ര നക്ഷത്രത്തിലെ ചന്ദ്രൻ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. എന്നാൽ ശ്രദ്ധ വ്യതിചലിക്കാതെ നോക്കണം. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ്. പങ്കാളിയോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. അല്ലാത്ത വല്ലം തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം. ഗൃഹിണിമാർക്ക് ഇന്ന് കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കും. വീട്ടുജോലികളിൽ മറ്റുള്ളവരുടെ സഹായം ലഭിക്കുന്നത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് വെല്ലുവിളികൾ നിറഞ്ഞ ദിവസമാണ്. മേലധികാരികളോട് സംസാരിക്കുമ്പോൾ വിനയം കാണിക്കുക. ബിസിനസ്സുകാർ ഇന്ന് വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ദഹനപ്രശ്നങ്ങളോ സന്ധിവേദനയോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ലഘുവായ ഭക്ഷണം കഴിക്കുക. ഇന്ന് മഞ്ഞ നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 4 മണിക്ക് മുൻപായി നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലികൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഒരു പുണ്യകർമ്മമായി ഇന്ന് പക്ഷികൾക്ക് തീറ്റ നൽകുകയോ ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകുകയോ ചെയ്യുക.
ശനിയുടെ സ്വാധീനം മൂലം മനസ്സിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ മാറാൻ വീട്ടിൽ ഒരു ചെറിയ വിളക്ക് തെളിയിക്കുകയോ ശുഭകരമായ ഒരു ചിഹ്നം സൂക്ഷിക്കുകയോ ചെയ്യുക സുഹൃത്തുക്കളെ. ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാനസിക സമാധാനം നൽകുന്ന കാര്യം എന്താണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. സാധിക്കുമെങ്കിൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 10 നിങ്ങൾക്ക് അല്പം മാനസികമായ അസ്വസ്ഥതകൾ നിറഞ്ഞ ദിവസമായിരിക്കും. ചന്ദ്രൻ മിഥുനം രാശിയിലും ആർദ്ര നക്ഷത്രത്തിലുമായതിനാൽ നിങ്ങൾക്ക് അകാരണമായ വിഷമമോ മടിയോ തോന്നാം. മറ്റുള്ളവരോട് സംസാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യം തോന്നില്ല. ഇത് തെറ്റിദ്ധാരണകൾക്ക് കാരണമായേക്കാം. ഇന്ന് നിങ്ങൾ അല്പം ലക്ഷ്യബോധമില്ലാത്തവരായി കാണപ്പെട്ടേക്കാം. എന്നാൽ ഓർക്കുക, എല്ലാ ഇരുണ്ട മേഘങ്ങൾക്കും പിന്നിലും ഒരു വെള്ളിരേഖയുണ്ട്. ചെറിയ കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കാതിരിക്കുക. ഇന്ന് വയലറ്റ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഉച്ചയ്ക്ക് 2:30 മുതൽ 5 മണി വരെയുള്ള സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് ഒരു നല്ല കാര്യമായി വീട്ടിൽ ആരോഗ്യകരമായ ഭക്ഷണം പാകം ചെയ്ത് മറ്റുള്ളവർക്ക് നൽകുക. ഇത് ശനിയുടെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. വിവിധ പ്രായക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമായിരിക്കും. അതിനാൽ അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുക. യുവജനങ്ങൾ ഇന്ന് മറ്റുള്ളവരുമായി തർക്കിക്കാൻ നിൽക്കരുത്. മനഃശാന്തമാക്കാൻ ശ്രമിക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് ജോലികളുടെ സമ്മർദ്ദം അനുഭവപ്പെടാം. അല്പം വിശ്രമം അത്യാവശ്യമാണ്. ജോലിസ്ഥലത്തും ബിസിനസ്സിലും ഇന്ന് ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കരുത്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിലെ പ്രതിസന്ധികളിൽ മൗനം പാലിക്കുന്നതാണോ അതോ പ്രതികരിക്കുന്നതാണോ കൂടുതൽ ഉചിതമെന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കളെ. ഈ ജ്യോതിഷ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്.